അതുകൊണ്ട് പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധന ചെലവ് കുറയ്ക്കണമെന്ന ആവശ്യവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തുകയാണ്. ജനങ്ങൾ പെട്രോളും ഡീസലും വിവേകത്തോടെ ഉപയോഗിക്കണം. ഇന്ത്യൻ വിപണിയിലെ പണപ്പെരുപ്പവും വിലക്കയറ്റവും നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണമെന്നും നരേന്ദ്രമോദി പൗരന്മാരോട് ആവശ്യപ്പെട്ടു. जब सप्लाई चेन पर संकट लगातार बना रहे तो हम कितने भी उपाय कर लें, मुश्किलें बढ़ती ही जाती है। साथियों, हमें पेट्रोल डीजल का उपयोग कम करना होगा। शहरों में जहां मेट्रो है वहां हम तय करें कि हम मेट्रो का ही उपयोग करेंगे, ज्यादा से ज्यादा मेट्रो में ही जाएंगे। जिन लोगों के पास इलेक्ट्रिक व्हीकल है वो भी कोशिश करें कि इलेक्ट्रिक व्हीकल का ज्यादा से ज्यादा उपयोग करें। हमने कोरोना के समय में वर्क फ्रॉम होम, ऑनलाइन कॉन्फ्रेंसेस, वर्चुअल मीटिंग्स, इनको हमें फिर से प्राथमिकता देनी है कि साल भर तक घर में कोई भी फंक्शन हो, कोई भी कार्यक्रम हो, हम सोने के गहने नहीं खरीदेंगे, सोना नहीं खरीदेंगे। യെസ് ഡി ധനസുമോദ് വിശദാംശങ്ങൾ നൽകും. സുമോദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ പറയുകയാണ്, നിങ്ങൾ പെട്രോളും ഡീസലും അമിതമായി അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഉപയോഗിക്കരുത്, അതിലൊക്കെ ഒരു മിതത്വം പാലിക്കണം എന്ന് പറയുന്നു. വർക്ക് ഫ്രം ഹോം അടക്കമുള്ള ഓപ്ഷനുകളിലേക്ക് നീങ്ങണമെന്ന് പറയുമ്പോൾ ഇന്ത്യ അടക്കമുള്ള പെട്രോൾ ഡീസൽ ഇറക്കുമതി രാജ്യങ്ങൾ സമീപ ഭാവിയിൽ ഒരു പക്ഷേ നേരിട്ടേക്കാവുന്ന വലിയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൂടിയാണോ പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുന്നത് ഇവിടെ? ജിൽസി, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യക്ക് ആവശ്യമുള്ള കരുതൽ ഇന്ധനശേഖരം രാജ്യത്ത് ധാരാളമുണ്ട് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അന്ന് തന്നെ വിദഗ്ധർ പറഞ്ഞിരുന്നു, ഇന്ധനം കരുതി ഉപയോഗിക്കണം. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ധനം പൂർണ്ണമായ തോതിൽ എന്ന രീതിയിൽ തന്നെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അന്നൊന്നും ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധിയാണ് രാജ്യം നേരിടാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ഔദ്യോഗികമായി ഒരു സമ്മതം ഒരു ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള വിദഗ്ധരുടെ പ്രവചനങ്ങളെല്ലാം ശരിവെക്കുന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഹൈദരാബാദിൽ നടന്ന ഒരു യോഗത്തിലാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. കാര്യം ഈ സ്വകാര്യ വാഹനങ്ങൾ കൂട്ടത്തോടെ റോഡുകളിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ കൂടുതൽ പെട്രോളും ഡീസലും ചെലവാകുകയാണ് ചെയ്യുന്നത്. ഇത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് നയിക്കുന്നത്. അതുകൊണ്ട് പരമാവധി ഒരാൾക്ക് വേണ്ടി ഒരു വാഹനം ഇറങ്ങാതെ ഒരു 4 പേർ ചേർന്ന് ഒരു കാറിൽ പോവുക എന്നുള്ള ഒരു സജഷൻ, ഇതുകൂടാതെ ഈ പൊതുഗതാഗതം പരമാവധി ഉപയോഗിക്കുക എന്നുള്ള ഒരു ആശയം കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പരമാവധി ഇന്ധന ഉപഭോഗം രാജ്യത്ത് കുറക്കുക എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ സ്വർണം വാങ്ങുന്നത് കുറക്കണം എന്ന് പറയുന്നത് തന്നെ, സ്വർണം ഈ പല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അതായത് ബാങ്കുകൾ അവർ ഒരു കരുതൽ ശേഖരം എന്ന രീതിയിൽ സ്വർണമാണ് വാങ്ങുന്നത്. അപ്പോൾ കൂടുതൽ സ്വർണം എടുത്തു കഴിയുമ്പോൾ രൂപയുടെ വില ഇടിയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഡോളർ കരുത്താർജിക്കുകയാണ്. അത് സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തരത്തിലുള്ള ഒരു ഹാനികരമാവുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ഇപ്പോൾ മുണ്ടു മുറുക്കി ഉടുക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ധന ഉപഭോഗം കുറക്കുക, സ്വർണം വാങ്ങുന്നത് കുറക്കുക, പരമാവധി പൊതു ഗതാഗതം ഉപയോഗിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളുടെ മുമ്പാകെ വെച്ചിരിക്കുന്നത്. ശരി, ഡിദാന സുമോദാണ് വിവരങ്ങൾ നൽകിയത്. സുമോദ് പറഞ്ഞതുപോലെ ഒരു പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങിയ സാഹചര്യത്തിൽ കാര്യങ്ങളൊക്കെ ഭദ്രമാണ് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇപ്പോൾ കാര്യങ്ങൾ അത്ര ഭദ്രമല്ല എന്ന് പറഞ്ഞു വെക്കുന്നതിന്റെ സൂചനകൾ കൂടിയായി കാര്യങ്ങളെ കാണണം എന്നുള്ളത് കൂടിയാണ്.